ഹായ് ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിന്റെ കൂടെ ചെറിയ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും. മക്കളെ, സമാധാനത്തോടെ ഇരിക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതുക. പക്ഷെ ഇന്ന് സാറ് വീഡിയോയിൽ വന്നിരിക്കുന്നത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. പലപ്പോഴും മാത്സിന്റെ ടീച്ചേഴ്സിനോട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാർ ഈ സബ്ജക്റ്റ് എങ്ങനെയാ പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചാൽ ഇത് മനസ്സിലാവുക എന്നുള്ളത്. കാരണം മാത്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഒരിക്കലും മറ്റുള്ള സബ്ജക്റ്റ് ഒക്കെ പോലെ ഒരു വായിച്ചു പഠിക്കേണ്ട സബ്ജക്റ്റ് ആണോ? അല്ല. ഇനി അല്ല ബൈഹാർട്ടാക്കി ബയോളജി ഒക്കെ പഠിക്കണ പോലെ കാണാതെ പഠിച്ചു വെക്കേണ്ടതാണോ? അതുമല്ല. പിന്നെ എങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടത്? ആദ്യം തന്നെ എന്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരിക്കലും ഒരു ചോദ്യത്തിന്റെ ഉത്തരം എല്ലാം നമ്മൾ മനസ്സിൽ ചിന്തിച്ചതിന് ശേഷം പേപ്പറിലോട്ട് എഴുതാൻ പറ്റുന്ന ഒന്നല്ല. മാത്സ് ഒരു ലൈനിൽ നിന്ന് അടുത്ത ലൈൻ കണക്ട് ചെയ്ത് വരേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തീർച്ചയായും മാത്സ് എന്ന സബ്ജക്റ്റ് പഠിക്കേണ്ടത് എഴുതി തന്നെ പഠിക്കണം. എങ്ങനെയാണ് എഴുതി പഠിക്കേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കുറേ പാഠഭാഗങ്ങളിലെ ആദ്യം തന്നെ നിങ്ങൾ ഒരു A4 എടുക്കുക. A4 എടുത്തതിനു ശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു പാഠഭാഗത്തിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ള സമവാക്യങ്ങൾ ഉണ്ടാവും, കോൺസെപ്റ്റുകൾ ഉണ്ടാവും, അതെല്ലാം A4 കൃത്യമായി എഴുതി വെക്കുക. ഇത് എപ്പോഴും തുടക്കത്തിലും ചെയ്യേണ്ടതാണ്. പരീക്ഷയുടെ അവസാന സമയമായി ഈ ഘട്ടത്തിൽ നിങ്ങൾ ചെയ്തു വെക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ കോൺസെപ്റ്റുകൾ നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം ആ കോൺസെപ്റ്റുകൾ മനസ്സിലാവാൻ ആവശ്യമായ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ ലൈവിലോ ഇനി അല്ലാതെയോ വീഡിയോ ക്ലാസ്സിൽ നിന്ന് ആ കോൺസെപ്റ്റുകളെ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏതൊക്കെ കോൺസെപ്റ്റുകളാണോ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ ന്യൂസ് പ്രിന്റിലേക്ക് എഴുതുക. ചുരുക്കി പറഞ്ഞാൽ A4 നിന്ന് ന്യൂസ് പ്രിന്റിലേക്ക് ഒരു മൂവ്മെന്റ് നടക്കണമെന്ന് ചുരുക്കം. ശേഷം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കൃത്യമായി ആ പാഠഭാഗത്തിലെ എല്ലാ കോൺസെപ്റ്റുകളും എഴുതി പഠിച്ചതിനു ശേഷം, ഈ വാക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, മാത്സ് എഴുതി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എഴുതാൻ, മീൻസ് ആ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആൻസർ ഷീറ്റിലേക്ക് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എഴുതി പഠിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം ശേഷം പാഠഭാഗം പഠിച്ചതിനു ശേഷം അടുത്ത ഘട്ടം മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. പ്രീവിയസിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കണം. കാരണം മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു ചോദ്യം കാണുന്ന സമയത്ത് ഈ ചോദ്യം അതിനു മുമ്പ് ചെയ്യുകയോ അതിനു മുമ്പ് നമ്മൾ കാണുകയോ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഈ ചോദ്യം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇത് ഞാൻ ആ കണ്ട അതുപോലത്തെ ചോദ്യമാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ട് എഴുതാൻ സാധിക്കുന്നുള്ളതാണ്. ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടുക എന്നതാണ് മാത്സ് സിമ്പിൾ ആവാനുള്ള ഏറ്റവും നല്ല മെത്തേഡ്. ഓരോ പാഠഭാഗത്തിനും ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ചോദ്യങ്ങൾ ചെയ്യുക. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടിയുണ്ട്. മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾ ആ ചോദ്യത്തിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് ആദ്യം പേപ്പറിലോട്ട് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദ്യത്തിൽ നിന്ന് വായിക്കുക. ആ കണ്ടുപിടിക്കേണ്ടതും തന്നതും തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് അതിന്റെ സൊല്യൂഷൻ വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ചോദ്യം വരുന്ന സമയത്ത് ആ ചോദ്യങ്ങളിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എഴുതുക എന്നത് ഇമ്പോർട്ടന്റ് ആണ്. മക്കളെ, മാത്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഇത് നമ്മുടെ ലൈഫിലും ഇങ്ങനെയാ. നമ്മൾ ആദ്യം നമ്മുടെ പ്രശ്നങ്ങൾ എഴുതി വെച്ചാൽ നമുക്ക് ആ പ്രശ്നത്തിന്റെ സൊല്യൂഷൻസ് കാണാൻ പറ്റും. മാത്സിലെ എല്ലാ പ്രോബ്ലത്തിനും ആൻസർ ഉണ്ട്. എല്ലാ പ്രോബ്ലത്തിനും നമുക്ക് ഉത്തരം കണ്ടെത്താനും സാധിക്കും. അതുകൊണ്ട് തന്നെ എഴുതി പഠിക്കുക, മനസ്സിലാക്കുക, കോൺസെപ്റ്റുകളെ ബൈഹാർട്ട് ചെയ്യാതെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും മാത്സിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കും. ഇന്ന് വരെ നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്നല്ല, ഇന്ന് മുതൽ നിങ്ങൾ ഇനി പഠിക്കേണ്ടത് കൃത്യമായ ന്യൂസ് പ്രിന്റും A4 ഉപയോഗിച്ച് എഴുതി തന്നെ മാത്സ് പഠിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കും. എഴുതിയാൽ മാത്രമേ പേപ്പറിലോട്ട് നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. പേടിക്കേണ്ട, സമാധാനത്തോടെ നമ്മുടെ കണക്ക് കൂട്ടലുകളോ ഒന്നും തെറ്റാതെ മാത്സിൽ നമുക്ക് ഫുൾ മാർക്ക് നേടാം. താങ്ക് യു.